ഈ അമ്മയുടെ കാര്യം പറയുമ്പോൾ അമ്മ അടുക്കളയിലായിരുന്നെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയുള്ള ഒരാളാണ്. അതെ, ഞങ്ങൾ 8 മക്കളെ വളർത്തി അതെ അതെ. എല്ലാ കാര്യങ്ങളും എനിക്കൊന്ന് അച്ഛനേക്കാളും നിങ്ങളെ കൂടുതൽ സ്വാധീനിച്ചത് ഉത്തരവാദിത്വം അമ്മയ്ക്കായിരുന്നു. അമ്മയാണെന്നാവും. എങ്ങനെ അമ്മയുടെ ഒരു പ്രവർത്തനങ്ങളെ? അമ്മ വീട്ടിലെ മക്കളെ നോക്കി അങ്ങനെ കഴിയുന്ന ഒരു രീതിയായിരുന്നു അമ്മയ്ക്ക് കൂടുതൽ. ഈ ലൊക്കേഷൻ്റെ ഷൂട്ടിങ്ങിന് ഇപ്പോൾ അച്ഛൻ വിളിച്ചാലും അമ്മയ്ക്ക് വലിയ താല്പര്യമില്ല. 10 വട്ടം വിളിക്കുമ്പോൾ അമ്മ ഒരു വട്ടം പോകും. അങ്ങനെയായിരുന്നു. ഈ ചേച്ചി സിനിമയിലേക്ക് ഇറങ്ങുമ്പോൾ അമ്മ എന്തായാലും ചില ഉപദേശങ്ങളൊക്കെ നൽകി കാണും തീർച്ചയായും. പ്രത്യേകിച്ച് അമ്മയ്ക്കറിയാം അമ്മയുടെ മക്കളെന്താണെന്ന്. താല്പര്യം ഉണ്ടെങ്കിൽ മോൾ അഭിനയിച്ചോ എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അമ്മ കൂടെ വരുമൊന്നുമില്ല, ലൊക്കേഷനിൽ വന്ന് കൂട്ടുവരാനും. ഇപ്പം അമ്മമാർ വരുമല്ലോ നടികളുടെ, അങ്ങനെയൊന്നും അമ്മയ്ക്ക് വരാൻ ബുദ്ധിമുട്ടാൻ പറ്റില്ല. വീട്ടിലുള്ള സിനിമാ ചർച്ചകളിൽ അമ്മ പങ്കെടുത്തിരുന്നു? വീട്ടിൽ സിനിമാ ചർച്ച ഇല്ല. വീട്ടിൽ വന്ന സിനിമയായിട്ട് യാതൊരു ബന്ധം അന്നും ഇല്ല, ഇന്നും ഇല്ല. പടി ഇങ്ങോട്ട് കയറുന്നിടം വരെ ഉള്ളൂ. അത്രയേ ഉള്ളൂ. പിന്നെ അച്ഛൻ്റെ ചില പടങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പോയി കാണും, അച്ഛനുണ്ടെങ്കിൽ കൊണ്ടുപോകും. അങ്ങനെയൊക്കെ സിനിമ കാണും, സിനിമയെല്ലാം കാണും. പക്ഷെ ചർച്ചാ വിഷയം വീട്ടിലില്ല. അഭിപ്രായം ചോദിക്കുകയോ? അങ്ങനെയൊന്നുമില്ല. അതിപ്പോഴും ഇല്ല. ഞാനും മക്കളും എല്ലാവരും ഈ ഫീൽഡിലാണെങ്കിലും വീട്ടിൽ വന്നാൽ ഞങ്ങൾക്ക് സിനിമ ചർച്ചയൊന്നും ഇല്ല. ജോലി പുറത്തു വെച്ചിട്ടാണ് പുതിയ വിനു പോലും. ചേച്ചിയുടെ പുതിയ പ്രോജക്റ്റുകൾ എങ്ങനെയൊക്കെയാ? എൻ്റെ പുതിയ പ്രോജക്റ്റ് സിനിമ ഒന്നും ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഒരു സീരിയൽ മോൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന അതിനകത്തൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ഈ സിനിമയിൽ ഇപ്പം കുറേ പുതിയ പുതിയ കൂട്ടായ്മകൾ ഉണ്ടായിട്ടുണ്ട്, സ്ത്രീകളുടേതായിട്ടുള്ള കൂട്ടായ്മകൾ. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും പുതിയതായി രംഗത്ത് വരുന്നവർക്ക് ഇതൊക്കെ ഗുണം ചെയ്യുന്നുണ്ടോ? അതൊക്കെ ചോദിച്ചാൽ ഞാൻ ഈ പൊതുപ്രവർത്തനത്തിലൊന്നും ഉള്ള ആളല്ല. അതുകൊണ്ട് എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ അറിയത്തില്ല സത്യത്തിൽ. ഞാൻ അമ്മയിലുണ്ട്, അമ്മയിലെ മെമ്പറാ സിനിമാ സംഘടന. അല്ലാതെ ആത്മയിലും അമ്മയിലും മെമ്പറുണ്ട്. അവരുടെ മീറ്റിങ്ങിന് പോവും. അല്ലാന്നുള്ളത് കൂടുതലൊരു സോഷ്യൽ വർക്കിനകത്ത് ഞാൻ ഇൻവോൾവ് അല്ല. വീട്ടിൽ വന്ന മക്കള് കൊച്ചുമക്കൾ എന്നുള്ള രീതിയിൽ കഴിഞ്ഞു കൂടുമായുണ്ട്. ഇപ്പം ചേട്ടനോടെ പോയോണ്ട് ഞാൻ കൂടുതലും അകത്തുള്ള പരിപാടികൾ, പുറത്തെ കാര്യങ്ങൾ എനിക്ക് കൂടുതൽ പറയാം. ട്രൂപ്പ് ഇപ്പോഴും ഉണ്ടോ? ട്രൂപ്പില്ല, ട്രൂപ്പ് നിർത്തി. ചേട്ടനുള്ളപ്പോഴേ നിർത്തി. അത് കഴിഞ്ഞാൽ ഞാൻ സീരിയലും സിനിമയൊക്കെ സജീവമായിട്ട് പോയത്. അതുവരെ നമുക്ക് പോകാൻ പറ്റില്ലായിരുന്നല്ലോ, പലത് വിളിച്ചാലും ട്രൂപ്പിട്ടിട്ട് പോകാൻ ബുദ്ധിമുട്ടായിരുന്നു. അതിൽ നഷ്ടേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ അങ്ങോട്ട് പോകുന്നതല്ലാതെ ഇങ്ങോട്ട് നമുക്ക് ഒരു ബെനിഫിറ്റും അങ്ങനെ നിർത്തി. ഇഷ്ടം കൊണ്ടാണ് കൊണ്ടുവരുന്നത്. ചേട്ടന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ നാടകത്തിൽ നിന്ന് സിനിമയിലേക്ക് വന്നപ്പോൾ അതിൻ്റെതായ ചില റിസ്കുകളൊക്കെ ഇല്ലായിരുന്നു? നമ്മളെ സംബന്ധിച്ച് സിനിമ എന്താണെന്ന് നമുക്കറിയാമല്ലോ, ഇന്നതാണെന്നുള്ള നമ്മൾ ചെയ്തില്ലെങ്കിലും നമുക്ക് കണ്ടു പരിചയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ ഇത് തോന്നിയില്ല എനിക്ക്. പിന്നെ അഭിനയത്തിൻ്റെ കാര്യത്തിൽ നാടകവും സിനിമയും സീരിയലും എല്ലാം ടൈമിങ് വളരെ ഒരു ഇതാ. നാടകത്തിൽ കൂടുതൽ നമുക്ക് എക്സ്പ്രഷനും കാര്യങ്ങളും ഇടണം. അതെ, സിനിമയിലൊക്കെ സ്ലൈറ്റായിട്ട് ഇട്ടാൽ മതി, നമ്മൾ കൂടുതലായാൽ ബോറാ. ആ ഒരു അങ്ങനെയുള്ള ചില വ്യത്യാസങ്ങളുണ്ട്. അച്ഛൻ്റെ സിനിമാ സുഹൃത്തുക്കളുടെ കുടുംബങ്ങളുണ്ടല്ലോ, അപ്പോൾ അന്നുള്ളവരുടെ കുടുംബമായിട്ട് എന്തെങ്കിലും കണക്ഷനോ അങ്ങനെ? ഇല്ല, അങ്ങനെ ആ സമയത്ത് അവരൊക്കെ ഉണ്ടെന്നല്ലാതെ പിന്നെ പോയുള്ള കണക്ഷനോ അങ്ങനെ. അതൊക്കെ അതോടുകൂടി പോയതാണ്.